പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഈ വേദഭാഗത്തു നിന്നും 2 ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായി, ദൈവം നമ്മെ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. പത്രോസ് ഹെരോദാവിൻ്റെ തടവറയിലായിരിക്കുമ്പോഴും ഒരു കാരണവശാലും പത്രോസ് രക്ഷപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി ശക്തമായ കാവൽ ആക്കിയിട്ടിരിക്കുകയാണ്. അടുത്ത പ്രഭാതത്തിൽ പത്രോസിനെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചിരിക്കുകയാണ്. അവിടുന്ന് രക്ഷപ്പെടുവാൻ മാനുഷികമായ യാതൊരു സാധ്യതകളും തൻ്റെ മുമ്പിലില്ല. എല്ലാം അവസാനിച്ചു, ഇവിടം കൊണ്ടെല്ലാം തീർന്നു എന്നൊക്കെയും ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ പത്രോസിന് മുമ്പിലുണ്ടായി. രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന വേളയിൽ ലോകമൊരുക്കിയതായ ബന്ധനത്തിൽ നിന്ന് പത്രോസിനെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനത്തിൽ ആയിരിക്കുന്നെങ്കിൽ ആ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ നാം സേവിക്കുന്ന ദൈവം ശക്തനാണ്. ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. എന്നാൽ മാനുഷികമായ എല്ലാ ചിന്തകളെയും മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. രണ്ടാമതായി, ദൈവം നമ്മെ മനുഷ്യരുടെ പ്രതീക്ഷകളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ഇവിടെ നാം വായിച്ചത് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം വിടുവിച്ചു എന്നാണ്. എന്തായിരുന്നു യഹൂദന്മാർ പ്രതീക്ഷിച്ചത്? യാക്കോബിനെ കൊന്നതുപോലെ തന്നെ ഈ പത്രോസിനെയും അടുത്ത പ്രഭാതത്തിൽ കൊന്നുകളയും എന്നതായിരുന്നു അവരുടെ പ്രതീക്ഷ. അതായിരുന്നു പത്രോസിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അവരുടെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന, നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്ന, നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ടാകാം. എന്നാൽ അവരുടെ മധ്യത്തിൽ അവരുടെ പ്രതീക്ഷകളിൽ നിന്ന് നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല ദൈവമുണ്ട് നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ലോകത്തിൻ്റെ പ്രതീക്ഷകളല്ല, മറിച്ച് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. യെശയ്യാ പ്രവാചകനിൽ ഇങ്ങനെ പറയുന്നു: നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന്. ലോകക്കാർ ഏതെല്ലാം ആയുധങ്ങളും ഏതെല്ലാം കെണികളും നമുക്കെതിരെ ഒരുക്കി, നമുക്കെതിരെ ഏതെല്ലാം പ്രതീക്ഷകൾ വെച്ച് പുലർത്തി നാശം കാണുവാൻ പ്രതീക്ഷയോടെ ഇരുന്നാലും അതിൻ്റെ മധ്യത്തിലും ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. പ്രിയരെ, നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വെല്ലുവിളികളുടെ മുമ്പിലോ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ മുമ്പിലോ ആണെന്ന് വരികിൽ അവിടെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. ഈ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.